ഹായ് ഡിയേഴ്സ്, കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം എന്ന് പറഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണിൻ്റെ സ്കൂളിൽ ഓണാഘോഷ പരിപാടിയാണ്. അപ്പോൾ അതിനു വേണ്ടി കുഞ്ഞിപ്പെണ്ണിനെ ഒരുക്കുന്ന ഒരു കുട്ടി വ്ലോഗ് പോലെയാണ് ഇന്നത്തെ വീഡിയോ എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഡ്രസ്സ്. ഒരു മജന്ത ഷെയ്ഡ് പട്ടുപാവാടയാണ്. അവർക്ക് സ്കൂളിൽ നിന്ന് കൊടുത്ത തീമാണ് കേട്ടോ, മജന്ത പട്ടുപാവാടയും നമ്മുടെ സെറ്റ് കളറ് പാവാടയും. അങ്ങനെയാണ് തീം സ്കൂളിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളതുപോലെ ഒരു ഡ്രസ്സാണ് കുഞ്ഞിന് എടുത്തിരിക്കുന്നത്. ഒരിത്തിരി വലിയ അളവിലാണ് കുഞ്ഞിന് ഡ്രസ്സ് എടുത്തത്. കാരണം ഇനിയും നമുക്ക് മുൻപോട്ടും യൂസ് ചെയ്യണമല്ലോ, ആ രീതിക്കാണ് കുഞ്ഞിന് പട്ടുപാവാട നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ പട്ടുപാവാടയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കുറച്ച് നിങ്ങൾക്ക് കാണണമല്ലോ എന്ന് വിചാരിച്ച് കുറച്ചുകൂടി ദൂരത്ത് നിന്ന് കാണിക്കാൻ പറഞ്ഞാണ് കേട്ടോ. ഇതാണ് ആളുടെ പട്ടുപാവാട സെറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമായതിൻ്റെ കമൻറ്റ് രേഖപ്പെടുത്തണേ. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ തലമുടിക്കെട്ടാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. ബൺ ഹെയർ സ്റ്റൈലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മുടിയിലെ ചെടയൊക്കെ കളയാണ്. നല്ലോണം ചെട കുത്തി കിടപ്പുണ്ട് തലയിൽ. അപ്പോൾ അതെല്ലാം ചെട കുത്തി നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന മുടിയാണ്. അപ്പോൾ എനിക്ക് എല്ലാവരും പറയും മുടി കെട്ടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷ പരിപാടികളിലൊക്കെ ഷാമ്പൂ ഇട്ടിട്ട് വേണം മുടി കെട്ടാൻ എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് അതിനോട് അത്രയും യോജിപ്പില്ലാത്തൊരു വ്യക്തിയാണ്. കാരണം ഷാമ്പൂ ഇട്ട് കഴിഞ്ഞാൽ മുടി നല്ലോണം പറന്ന് കിടക്കും. എനിക്കതറിയില്ല, മുടി എത്ര നമ്മുടെ കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല മുടി അങ്ങനെ കിടന്ന്. പക്ഷേ ആ സമയം എണ്ണ തേച്ച മുടിയാണെങ്കിൽ എനിക്ക് നല്ലോണം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതും കമൻസിലൂടെ അഭിപ്രായം പറയണേ. ഇപ്പോൾ മുടിയിലൊക്കെ നമ്മുടെ ചെടയൊക്കെ കളഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കട്ടിൽ കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. എന്തിനാണ് അത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുത്തരം എനിക്കറിയില്ല കേട്ടോ. അത്രയും സാധനങ്ങളൊന്നും ഞാൻ യൂസ് പോലും ചെയ്യുന്നില്ല. പക്ഷേ ഇതെല്ലാം അടുത്തുണ്ടെങ്കിൽ എന്തോ ഒരു തൃപ്തിയാണ്. എല്ലാ സാധനങ്ങളും അടുത്തുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാം ചെയ്യാനുള്ളതുണ്ടല്ലോ എന്ന് വിചാരിച്ച് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടൊന്നും പേടിക്കരുത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ മുടി പാർട്ടീഷൻ ഫ്രണ്ടിൽ നെടുകെ രണ്ട് സൈഡ് പാർട്ട് എടുത്തിട്ട് ചെവിയുടെ അവിടെ നിന്ന് അളവ് വരുന്ന രീതിയിൽ മുടി പാർട്ടീഷൻ ചെയ്ത് അത് നമ്മൾ ക്ലിപ്പ് കൊണ്ട് സെക്യൂർ ചെയ്ത് മാറ്റി വെച്ചു. അത് ലാസ്റ്റ് നമുക്ക് മുടി കെട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ സെൻറ്റർ പോർഷനിൽ നിന്ന് കുറച്ച് മുടിയെടുത്ത് ബാക്ക് കോംബ് ചെയ്തിട്ട് ഒരു പഫ് പോലെ, കുട്ടി പഫ് മതി, ഒരുപാട് പൊക്കിയൊന്നും ചെയ്യേണ്ട. അവിടെ ഈ നമ്മൾ സാധാരണ മുടി കെട്ടുമ്പോൾ അവിടെ ഈ അപ്പം പരത്തി വെച്ചിരിക്കുന്ന കണക്ക് ഇരിക്കില്ലേ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ രീതിയിൽ നമ്മൾ പഫ് ഒരു ബാക്ക് കോംബ് ചെയ്ത് ചീകി കെട്ടി വെക്കുന്നത്. രണ്ട് സെക്യൂർ ക്ലിപ്പ് കൊണ്ട്, ടിക് ടാക്കിൻ്റെ ക്ലിപ്പ് കൊണ്ട് നമ്മൾ സെക്യൂർ ചെയ്ത് വെച്ചിട്ട് ബാക്കിയിരിക്കുന്ന മുടി നമ്മൾ മുഴുവനെടുത്ത് ബാക്കിലോട്ട് കെട്ടുകയാണ് ചെയ്യുന്നത്. നല്ല ടൈറ്റായിട്ട് കെട്ടണം കേട്ടോ, എങ്കിൽ മാത്രമേ നമ്മൾ മുടിയിൽ ബാക്കി ചെയ്യുന്നതെല്ലാം ടൈറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് മുറുക്കിച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ടുള്ളൂ ആ മുടി കെട്ടാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും, കാരണം നല്ലോണം ടൈറ്റിലാണത് കെട്ടി. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ബണ്ണ് വെച്ചിട്ട് മുടി നമ്മൾ കൊണ്ട കെട്ടത്തില്ലേ, അതുപോലെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ കുഞ്ഞിപ്പെണ്ണിന് ഡാൻസിൻ്റെ പ്രോഗ്രാമിനൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് അഴിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടും ഞാനത് അവിടെ ഒഴിവാക്കിയിട്ട് ആ കെട്ടിയ മുടി രണ്ടായിട്ടെടുത്ത് പിന്നെ നമ്മൾ കറുത്ത റബ്ബർ ബാൻഡല്ലേ അത് വെച്ചിട്ട് പിന്നെ കെട്ടുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോഴത്തേക്കും നമുക്ക് വട്ടം ചുറ്റി യൂപ്പിനോ അല്ലെങ്കിൽ സ്ലൈഡോ ഒക്കെ ഉപയോഗിച്ച് കുത്തി വെച്ചിരുന്ന് അതവിടെ അഴിഞ്ഞു പോകാതെ അവിടെ തന്നെ ഇരുന്നോളും. നന്നായിട്ട് മുറുക്കി ടൈറ്റായിട്ട് കെട്ടിയാൽ മതി കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം വലിയ മക്കൾക്കൊക്കെ ആണെങ്കിൽ അത് കുറച്ച് തലയിൽ നമ്മൾ കുറേ യൂപ്പിൻസൊക്കെ വെച്ച് സെക്യൂർ ചെയ്തിട്ട് ഇരുന്ന് അതവിടെ ഇരുന്നോളും. പക്ഷേ കുഞ്ഞു മക്കൾക്ക് അത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ള കാര്യം എനിക്കതൊക്കെ അറിയത്തില്ല. കാരണം ഇവളുടെ മോൾക്ക് ഞാൻ കെട്ടിയിട്ട് 2 വട്ടവും അത് ഫ്ലോപ്പായിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനത് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ യൂപ്പിന്ന് ഒരെണ്ണം കെട്ടിയപ്പം ആൾക്ക് തലയൊന്ന് വേദനിച്ചു, അതാണ് കേട്ടോ ചാടി എഴുന്നേറ്റത്. അപ്പോൾ അതവിടെ സെക്യൂർ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ 2 പാർട്ടീഷൻ എടുത്ത മുടി ബാക്കി ഉണ്ടായിരുന്നല്ലോ, അതിൽ ഒരു സൈഡ് നമ്മളിങ്ങനെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും 3ആയിട്ട് പാർട്ട് ചെയ്തെടുത്തിട്ട് പിന്നി കൊടുക്കുകയാണ്. പിന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രണ്ടിൽ നല്ലൊരു ഹെയർ സ്റ്റൈലാണ്. നമ്മൾ ഇങ്ങനെ ചുമ്മാ ചീകി വെക്കുന്നതിലും പിന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് ആ മുടി അവിടെ ഇരുന്നോളും. അതും വൈകുന്നേരം വരെയും ആ മുടി അഴിഞ്ഞു പോകാത്ത രീതിയിൽ സെക്യൂറായിട്ടാണ് ഇരിക്കുന്നത്. വൈകുന്നേരത്തെ ഫോട്ടോ ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാനത് ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും സ്കൂളിൽ പോയിട്ട് വരുമ്പോഴും മുടി അതുപോലെ ഇരുന്നോളും, കേടുപാടുകളൊന്നും സംഭവിക്കത്തില്ല.
നന്നായിട്ടിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ അതാണ് സൂം ചെയ്ത് കാണിച്ചതിന് കാര്യം അതാണ്. അത് നന്നായിട്ട് പിന്നി കെട്ടി അത് ഒരു നമ്മുടെ റബ്ബർ ബാൻഡ് കൊണ്ട് ലാസ്റ്റിൽ ടൈ അപ്പ് ചെയ്തിട്ട് നമുക്ക് വട്ടം ചുറ്റിക്കാൻ. അങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടില്ലെങ്കിലും സാരമില്ല കേട്ടോ. ചിലപ്പം എന്തെങ്കിലും സ്ലൈഡൊക്കെ അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ അഴിയുമല്ലോ. അത് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റബ്ബർ ബാൻഡ് കൊണ്ട് അത് കെട്ടിയിട്ട് പിന്നെ കുത്തുന്നതെന്നേ ഉള്ളൂ കേട്ടോ. കുഞ്ഞു മക്കളല്ലേ, അവർ അറിയത്തില്ലല്ലോ മുടി അങ്ങോട്ടോ ഇങ്ങോട്ടോ അറിയാലോ. അല്ലെങ്കിൽ ഈ ഓണപ്പരിപാടിക്കൊക്കെ ഡാൻസൊക്കെ ഉള്ളതാണ്. പിന്നെ അതല്ലാതെ അവരുടെ സ്കൂളിൽ ചുമ്മാ പാട്ടിട്ട് ഡാൻസൊക്കെ ചെയ്യിപ്പിക്കുവേ. അപ്പോൾ അങ്ങനെയെങ്കിലും തുള്ളിക്കളിക്കുമ്പോൾ അഴിഞ്ഞു പോയാലോ എന്ന് പേടിച്ച് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്ത് വിടുന്നതാണ്. കാരണം മുടിയൊക്കെ അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഒരുങ്ങി നടക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ നമുക്ക് എത്രത്തോളം സെക്യൂർ ചെയ്ത് വെക്കാമോ അത്രത്തോളം സെക്യൂർ ചെയ്ത് വെച്ചാണ് ഞാൻ മുടി കെട്ടിക്കൊടുക്കാറുള്ളത്. അപ്പോൾ ആ സൈഡ് ഫിനിഷ് ചെയ്തു. വീണ്ടും അടുത്ത സൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെയും ഞാൻ ആദ്യം ചുമ്മാ ഒരു സൈഡ് പിന്നെയാൽ മതി, ഒരു സൈഡ് ചുമ്മാ പഫ് പോലെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അത് അത്ര സ്യൂട്ടായിട്ട് പുള്ളിക്കാരുടെ ഫേസിൽ തോന്നാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ആ സൈഡും പിന്നെയാണ്. ഈ ഫ്രണ്ടിൽ ഹെയർ എന്ന് പറയുന്ന കുഞ്ഞുമക്കൾക്ക് വളരെ തിൻ ഹെയർസ് ആയിരിക്കും. ചില കുട്ടികൾക്ക് മാത്രമേ ഫ്രണ്ടിൽ നല്ല കട്ടി ഹെയർസ് ഉണ്ടാകത്തുള്ളൂ. ഇവിടെ മോൾക്ക് ഭയങ്കര തിൻ ഹെയറാണ് ഫ്രണ്ടിൽ പോർഷൻസിൽ 2 പേർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫ്രണ്ടിൽ ഇതുപോലെ പിന്നെ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നല്ല ഫുൾ പെർഫെക്ഷൻ എനിക്ക് പലപ്പോഴും കിട്ടാറില്ല. എങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അതങ്ങ് കെട്ടിക്കൊടുത്ത് വിടുകയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ആ സൈഡ് നമ്മൾ പിന്നെ കഴിഞ്ഞു റബ്ബർ ബാൻഡ് ഇട്ട് അതും സെക്യൂർ. എത്ര യൂപ്പിനും എത്ര സ്ലൈഡും എത്ര ടിക് ടാക് ക്ലിപ്പും ആ തലയിലുണ്ടെന്ന് തമ്പുരാനാണ് എനിക്കറിയില്ല. ഞാൻ കിട്ടുന്നതനുസരിച്ച് കുത്തി എത്രത്തോളം ടൈറ്റാക്കാവോ അത്രത്തോളം ടൈറ്റാക്കിയാണ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ തന്നെ വെച്ച് വിടാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഉണ്ട പോർഷനിൽ അവിടെ എന്തെങ്കിലും ഈ ഭംഗിയുള്ള ക്ലിപ്പോ അവിടെ എന്തെങ്കിലും കൊണ്ട് അതുകൊണ്ട് സെക്യൂർ ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് കൊണ്ട് കവർ ചെയ്യും. ഞാനിപ്പോൾ ഒരു നെറ്റ് ഇട്ടിട്ട് ഫുള്ളി കവർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ മേക്കപ്പാണ്. അങ്ങനെ മേക്കപ്പിന് വേണ്ടി ആളെ നമ്മൾ തിരിച്ചെത്തി. മേക്കപ്പ് എന്ന് പറയുന്നത് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേക്കപ്പ് ചെയ്യാനും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ചെയ്യാനൊക്കെ. അപ്പോൾ എല്ലാവരും ആദ്യം മോയ്സ്ചറൈസറാണ്. എനിക്ക് ഈ മോയ്സ്ചറൈസർ കുഞ്ഞുങ്ങളുടെ ഫേസിലിടുന്നതിനോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടും പണ്ട് മുതലേ ഞാൻ യൂസ് ചെയ്യുന്നൊരു സാധനം ഫെയർ ആൻഡ് ലവ്ലി ആയതുകൊണ്ട് ഞാൻ അതാണ് കേട്ടോ ആദ്യം ഫസ്റ്റിൽ ഇട്ട് കൊടുക്കുക. എനിക്ക് വലിയ ആധികാരികമായിട്ട് മേക്കപ്പ് ചെയ്യാനൊന്നും അറിയത്തില്ല. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒരുക്കി വിടുക, ഒരു ഗ്ലോ ഫേസിൽ വരുത്തുക എന്നുള്ള രീതി ആയതുകൊണ്ട് തന്നെ എൻ്റേതായിട്ടുള്ള കുട്ടി മേക്കപ്പ്സ് ഇട്ടാണ് ഞാൻ കുഞ്ഞുങ്ങളെ ഒരുക്കാറുള്ളത്. പിന്നെ ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവരുടെ ഇതും പെർഫെക്ഷൻ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഫെയർ ആൻഡ് ലവ്ലി ഇട്ടു. അത് കഴിഞ്ഞ് ഫൗണ്ടേഷൻ ഇട്ടു. അത് കഴിഞ്ഞ് ഈ കണ്ണിന് മുകളിൽ ഇടുമല്ലോ മസ്കാര, ആ സാധനം കണ്ണിന് മുകളിൽ പിങ്ക് ടോപ്പ് ആയതുകൊണ്ട് പിങ്ക് തന്നെയാണ് ഞാൻ കണ്ണിന് മുകളിലും ഇട്ട് കൊടുത്ത്. അതിനുശേഷം ഐലൈനർ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കണ്ണ് മുകളിലിടുന്ന സാധനം പുള്ളിക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ട് മുതൽ. അങ്ങനെ ഐലൈനർ ചെയ്ത് കൊടുക്കുക. എനിക്ക് ഐലൈനറൊന്നും അത്ര വൃത്തിയായിട്ട് എഴുതാൻ അറിയത്തില്ല, എങ്കിലും ഒരുവിധം ഒപ്പിക്കും. പക്ഷെ മൂത്ത ആൾക്ക് നന്നായിട്ട് എഴുതാൻ അറിയാം. അവളുടെ നല്ല കുട്ടി വലിയ കണ്ണായതുകൊണ്ട് ആൾ നന്നായിട്ട് തനിയൊക്കെ എഴുതും. എനിക്ക് ഈ സാധനം ഉപയോഗിക്കാനും അറിയത്തില്ല, എനിക്ക് കണ്ണിൽ യൂസ് ചെയ്യാനും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ എഴുതി കൊടുക്കും. അതും ചെറിയ ആൾക്ക് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ആൾക്കൊക്കെ ഒരുവിധം എഴുതി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അറിയത്തില്ലെങ്കിൽ മാക്സിമം പെർഫെക്റ്റ് ആക്കി വെക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അത് ചെയ്തു. അത് കഴിഞ്ഞ് തന്നെ ഐലൈനർ ഒന്ന് സെറ്റ് ചെയ്തിടും. ബ്രൗൺ ഷെയ്ഡിൽ ഐലൈനറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഐലൈനർ വെച്ച് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ചീകി സെറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കട്ടി പിരികമാണ് ചെറിയ ആളുടെ. അതുകൊണ്ട് കൂടുതൽ നമ്മൾ എഴുതി വൃത്തികേടാക്കണ്ടല്ലോ വിചാരിച്ച്. പിന്നെ നമ്മുടെ കോമ്പാക്ട് പൗഡർ കൊണ്ട് മൊത്തത്തിൽ ഒന്ന് പുള്ളിക്കാരത്തിൽ തൂത്ത് വിടുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതാണ് കേട്ടോ ഫേസ്. ഒക്കെ വൃത്തികേടൊന്നും തോന്നുന്നില്ലല്ലോ അല്ലേ. എന്നാലും കുട്ടിപ്പെണ്ണ് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഇച്ചിരി നമ്മുടെ വാസിൽ ചുണ്ടിൽ പരട്ടി കൊടുക്കുവാണ്. അതിനുശേഷമാണ് ഞാൻ എന്നിട്ട് എന്താ പറയുക ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നത്. ലിപ്സ്റ്റിക്ക് അതും പിങ്ക് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ തിരഞ്ഞെടുത്തത്. കേട്ടോ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? അതിനുശേഷം കണ്ണെഴുതി കൊടുക്കുവാണ്. അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും കണ്ണെഴുതുന്നതിനോട് നല്ല താല്പര്യമുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ നന്നായിട്ട് കട്ടിപ്പിച്ചിട്ടാണ് ഞാൻ കണ്ണെഴുതി കൊടുക്കുന്നത്. കാരണം കണ്ണ് കുറച്ച് ഹൈലൈറ്റായിട്ട് നിൽക്കണം എപ്പോഴും. അതുകൊണ്ട് തന്നെ നന്നായിട്ട്
കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓക്കെ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കിനി എന്തെങ്കിലും കുറച്ചുകൂടെ ചെയ്യാമായിരുന്നു എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അടുത്ത എന്തെങ്കിലും ഒരുക്കങ്ങളോ വീഡിയോയിലോ ഫങ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാനത് പരിഗണിച്ച് ഒരുക്കുന്നതായിരിക്കും കുഞ്ഞിപ്പെണ്ണ്. അതിനുശേഷം ഒരു മാല ഇട്ട് കൊടുത്തു. അത് കുറച്ച് കഴുത്ത് ഇറുകി കിടക്കണമെന്ന് തോന്നിയപ്പോൾ അതൊന്ന് ലൂസാക്കി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആളുടെ കഴുത്തിൽ തകിട് കിടക്കുന്നത് ഉള്ളതുകൊണ്ട് ഒന്ന് ആ തകിട് കാണാത്തക്ക രീതിയിലാണ് മാല സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇനി അടുത്തത് നമ്മൾ ഈ പൊട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഫൗണ്ടേഷൻ കൊണ്ടിട്ട് ചന്ദനം ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ കുഞ്ഞിപ്പെണ്ണ് പൂവ് ഇട്ടുകയാണ്. എങ്ങനെയായാലും നമ്മളിങ്ങനെ വട്ടം, ഞാൻ കുറേ രീതിയിലൊക്കെ പൂ വെച്ച് ശ്രമിച്ച് നോക്കുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് ഇടണോ അല്ലെങ്കിൽ മൊത്തം വട്ടം വെച്ച് കൊടുക്കണോ, അതോ ഒരു വട്ടം റൗണ്ട് ചുറ്റി ബാക്കി ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കണോ എന്നൊക്കെ കുറേ രീതിയിലൊക്കെ മുടി സെറ്റ് ചെയ്ത് പുള്ളിക്കാരത്തി വെച്ച് കണ്ണാടിയിലൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ അഴിഞ്ഞ് കിടന്നാലും കുഞ്ഞിനത് ഒരു ഡിസ്റ്റർബൻസ് ആകുമെന്ന് തോന്നിയപ്പോൾ പൂ മൊത്തം രണ്ടായിട്ട് മടക്കി സൈഡിൽ സ്ലൈഡ് കുത്തി കൊടുക്കാം. അതേക്കണ്ട ഈ രീതിയിൽ അങ്ങനെ മതിയെന്ന് വിചാരിച്ച് അത് ലാസ്റ്റ് ഫിക്സ് ആയി. അതാകുമ്പം അവിടെ ഇരിക്കുകയും ചെയ്യും, ഒരുപാട് താഴത്തോട്ട് ഇറങ്ങി കിടക്കില്ല, കുഞ്ഞിന് ഡാൻസ് കളിക്കാൻ ബുദ്ധിമുട്ടാവത്തില്ല. അല്ലെങ്കിൽ പൂ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുമ്പം അത് ഒരു ബുദ്ധിമുട്ട് ഡാൻസിന് തോന്നും. അപ്പം അതുകൊണ്ട് അതൊക്കെ മാറ്റി പൂ 2 മുഴം പൂവായിരുന്നു, അത് രണ്ടായിട്ട് മടക്കി 2 സെക്ഷനിൽ ചെവിയുടെ പുറകിലായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കാണാം മൊത്തത്തിൽ ബോൺ ചെയ്ത് വെച്ചപ്പോൾ ഫേസിൽ ആ പൂ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഫൈനൽ ലുക്ക് ഇതാണ്. ആളുടെ പൂ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ബാക്കിൽ കാണിച്ചാൽ കണ്ടോ, ഇങ്ങനെ രണ്ടായിട്ട് മടക്കി സൈഡ് പാർട്ടിഷൻ ചെവിയുടെ മുകളിൽ പൂ വരുന്ന രീതിയിൽ ഫിക്സ് ചെയ്തു. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. ടാറ്റാ.